മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സീമന്തിനിയോട് ദുർഗ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഞാൻ ചൂലെടുത്ത് ആട്ടി ഇറക്കുന്നതിന് മുമ്പായിട്ടേ നീ പോകുന്നതായിരിക്കും നല്ലത്. കണ്ണന്റെ മുന്നിൽ വന്ന് കണ്ണീരും കാണിച്ച് സഹായം ചോദിച്ച് കാശ് പിടിച്ചു വരാമെന്ന് നീ നോക്കണ്ട. നിന്റെ കുടുംബത്തിനോ നിനക്കോ ചില്ലി കാശ് തരില്ലടി. കാരണം എന്റെ ഭർത്താവിന്റെ കൊലയാളികളുടെ കുടുംബമാണ് നിങ്ങളുടേതെന്നൊക്കെ പറയുകയാണ്. ഈ സമയം സീമന്തിനി പറയുന്നുണ്ട്, കണ്ണ, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ട് ചെയ്തതല്ലല്ലോ, അച്ഛനും മോനും കൂടി ചെയ്തു വെച്ചതല്ലേ. പിന്നെ ആ വാമദേവനാണ് എല്ലാത്തിനും കാരണം. ഇപ്പോൾ സ്വാതിക്ക് നല്ല നല്ല ആലോചനകൾ വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവളെ വിവാഹം കഴിച്ചു വിടണം എന്നൊക്കെ പറയണം. ഈ സമയം കണ്ണൻ പറയണം, ദേ നോക്ക്, നിങ്ങളാണ് ഏറ്റവും വലിയ ക്രിമിനൽ. സ്വന്തം ഭർത്താവും അതിലുണ്ടായ മകനും വഴി തെറ്റി നടക്കുന്ന സമയത്ത് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കൂടെ നിന്നു. എന്നിട്ടിപ്പോ എന്റെ മുന്നിൽ വന്ന് കണ്ണീർ നാടകം നടത്തുന്നു. ഒരു കാരണവശാലും എൻ്റെ അച്ഛൻ്റെ കൊലയാളികളുടെ കുടുംബത്തിന് ഞാൻ ഒരു ചില്ലി കാശ് പോലും കൊടുത്ത് സഹായിക്കില്ല. ഇപ്പോൾ ഉണ്ണിയുടെ അവസ്ഥ അറിയാലോ, അവൻ എഴുന്നേറ്റ് നടന്നാൽ പോലും അവനോട് പോലും ഞാൻ ഒരു സിമ്പതി കാണിക്കില്ല. പിന്നെയാണ് നിങ്ങളോട്. ഒരു തരത്തിലും എൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. സ്വാതിയുടെ കല്യാണം ഞാൻ മുന്നിൽ നിന്ന് നടത്താമെന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ അതൊക്കെ ഈ സത്യം അറിയുന്നതിന് മുമ്പായിട്ട് എൻ്റെ അച്ഛനും അമ്മയും അവരുടെ ആത്മാവും ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകും. കർക്കിടക മാസമാണ്, അവർക്ക് ബലിയിടണം. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഒരു രൂപ തന്ന് സഹായിച്ചാൽ പോലും അവരുടെ ആത്മാവ് അത് സഹിക്കില്ല. അതുകൊണ്ട് എന്നെക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ എൻ്റെ അച്ഛൻ എന്നോട് പൊറുക്കില്ല എന്നൊക്കെ അങ്ങനെ പറയും. ഈ സമയം സീമന്തിരി പറയുന്നുണ്ട്, മോനെ അങ്ങനെയൊന്നും പറയല്ലേ. കേസ് നടത്തിയിട്ട് വാമദേവൻ സമ്പാദിച്ച പൈസയെല്ലാം പോകും. ബാക്കി എന്ത് പൈസയുള്ളു സ്വാതിയുടെ വിവാഹം നടത്താൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ദേ നിന്റെ മോൾക്ക് വരുന്ന നല്ല നല്ല ആലോചനകൾ ഞങ്ങൾ എന്തായാലും മുടക്കാൻ വരുന്നില്ല. പക്ഷെ വാമദേവന്റെ ക്യാഷൊക്കെ പോകണം. എന്താണെന്നറിയോ, അവൻ വളഞ്ഞ വഴിയിൽ സമ്പാദിച്ചതാണ് ഇത്രയും കാലം ഉണ്ടാക്കിയതെല്ലാം. അതൊക്കെ കേസ് നടത്തി പോണം. പിന്നെ അവൻ അകത്താവണം. എങ്കിൽ മാത്രമേ എനിക്കും സമാധാനമുള്ളൂ. നിനക്കറിയാം സീമന്തിനി, നീയും നിന്റെ ഭർത്താവും എൻ്റെ ബന്ധുക്കളും ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് രണ്ടാം കെട്ടുകാരനായിട്ടുള്ള വിശ്വേട്ടനെ ഞാൻ വിവാഹം കഴിച്ചത്. അതൊക്കെ നീയും സാക്ഷിയായിരുന്നു. പിന്നീട് അതിൽ കണ്ണൻ, അവനെ ഞാൻ സ്വന്തം മോനെ പോലെ തന്നെയായിരുന്നു സ്നേഹിച്ചിരുന്നത്. എനിക്ക് 2 മക്കളുണ്ടായിട്ടും അവനോടുള്ള സ്നേഹത്തിന് യാതൊരുവിധ കുറവും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വിശ്വാട്ടന്റെ മരണത്തിന് ശേഷം നിങ്ങൾ എല്ലാവരും ചേർന്ന് എൻ്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചു. എന്നിട്ട് കണ്ണനെ വെറുപ്പിച്ചു. അതുകൊണ്ടാടി ഇത്രയും വലിയ ശിക്ഷ എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. ഇനിയെങ്കിലും ഞാൻ മാറണം. പിന്നെ എൻ്റെ മോളടക്കം എന്നെ ഇപ്പൊ തള്ളി പറയുകയാണ്. അതൊക്കെയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വേദന. അവളും എന്നെ ഒരു ദിവസം മനസ്സിലാക്കും. അതുവരെ ഞാൻ കാത്തിരിക്കും. പക്ഷെ നിങ്ങളെപ്പോലുള്ള വിഷജന്തുക്കൾ ഇനി ഈ തറവാട്ടിലേക്ക് കയറി വരരുത്. മര്യാദയ്ക്ക് നീ ഇവിടെ നിന്നും പോകുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ സാഗറിന്റെ കൂടെ മഞ്ജു പോയത് എത്രയോ നല്ലതായെന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നവനാണ് ഞാൻ. കാരണം എൻ്റെ അച്ഛൻ്റെ കൊലയാളികളുടെ കുടുംബമാണ് നിങ്ങളുടേതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് എൻ്റെ പെങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ്. അവൾ ഇപ്പോഴും മേഘനാഥിന്റെ ഭാര്യയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് എന്നെ പിന്തുടർന്നുകൊണ്ടേ നടന്നേനെ. എന്തായാലും എല്ലാം മാറ്റിമറിച്ചല്ലോ, അതൊക്കെ ദൈവത്തിന്റെ കൃപയാണ്. പിന്നെ വാമദേവൻ വളഞ്ഞ വഴിക്ക് സമ്പാദിച്ചതല്ലേ എല്ലാം. കേസ് നടത്തി തൊലയട്ടെ. പിന്നെ അവൻ അകത്ത് കിടക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇപ്പൊ ഒരുത്തനുണ്ടല്ലോ അഗസ്ത്യ മന്ദിരത്തിൽ, അവനിപ്പോ ചികിത്സയിലാണ്. അവൻ എങ്ങനെയാ ഈ അപകടം സംഭവിച്ചെന്നേ നല്ല രീതിക്ക് നടക്കുന്ന സമയത്തൊന്ന് ചോദിച്ചു നോക്കും. അവൻ പറയും, എന്നെ തോമസ് സാറിന്റെ വീട്ടിൽ നിന്നും അവൻ കൊല്ലാനാണ് കൊണ്ടുപോയത്, അല്ലാതെ സ്നേഹിക്കാനല്ല. അവിടെ വെച്ചുണ്ടായ കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു തരും. പിന്നെ അവനൊക്കെ എഴുന്നേറ്റ് നടന്നാലും നിങ്ങൾ ആരും നല്ല രീതിക്ക് ചിന്തിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അച്ചൻകാരൻ ജയിലിൽ കിടക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അതായിരിക്കും ഞങ്ങളുടെയൊക്കെ സമാധാനത്തിന് ഏറ്റവും നല്ലൊരു മരുന്ന് എന്നൊക്കെ കണ്ണൻ പറയുകയാണ്. ഇനി ഇവിടെ നിന്നിട്ട് കണ്ണീര് കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഒരു കാരണവശാലും ഞാൻ ഒരു ചില്ലി കാശ് തന്നെ സഹായിക്കില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങി പോകാനായിട്ട് പറയുമ്പോൾ കണ്ണൻ പറഞ്ഞത് കേട്ടല്ലോ, ഇറങ്ങി പോടി എന്ന് പറഞ്ഞ് ദുർഗയാണെങ്കിൽ സീമന്തിനിയെ അവിടെ നിന്നും ഇറക്കി വിടുകയാണ്. സീമന്തിനിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് പുറത്തേക്ക് എത്തിയിട്ട് തിരിഞ്ഞു നോക്കുകയാണ്. അങ്ങനെ കണ്ണനോട് ദുർഗ പറയാണ്, കണ്ണ മോനെ, നീയും മഹാലക്ഷ്മിയും ഒക്കെ ആരെങ്കിലും കരഞ്ഞു കാണിച്ചാൽ അലിയുന്ന കൂട്ടത്തിലാണ്. പക്ഷെ ഇവരോട് ഒരിക്കലും ക്ഷമിക്കരുത്. നമ്മുടെ അച്ഛൻ്റെ കൊലയാളിയുടെ കുടുംബമാണെന്നൊക്കെ പറയുമ്പോൾ, അമ്മേ ഞാൻ പറഞ്ഞല്ലോ, ഇവരോടൊന്നും ഒരു ദയ കാണിക്കേണ്ട ആവശ്യമില്ല. അതെനിക്ക് തോന്നുന്നില്ല. കരഞ്ഞ് കാല് പിടിക്കുന്ന സമയത്ത് ഞാൻ അതൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇവർക്ക് ഒരിക്കലും ഞാനതൊന്നും ചെയ്തു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ അകത്തേക്ക് പോവുകയാണ്. ദുർഗയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. ശേഷം കുഞ്ഞിന്റെ അടുത്തിരുന്ന് ജാനമ്മയാണെങ്കിൽ ആകെ വിഷമിക്കുകയാണ്. അങ്ങനെ അവിടേക്ക് മഹിയും ലേഖയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. എന്താ ജാനമ്മേ, എന്താ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല മോളെ. ഇല്ല, എന്തോ ഉണ്ട്. ജാനമ്മയ്ക്ക് സമയമായില്ലേ, വീട്ടിലേക്ക് പോയിക്കൂടെ? ആ, വീട്ടിലേക്ക് പോകാൻ സമയം ഇതുപോലുള്ള കുഞ്ഞുങ്ങളുടെ അടുത്തൊന്നും പോണ്ടേ? വൈകുന്നേരം വരെ അവരുടെ കൂടെ ഇരുന്നിട്ട് അവരെ വിട്ടുപോകുമ്പോൾ ഒരു വിഷമം. ആ, എന്നാലേ ജാനമ്മ പോയിട്ട് നേരത്തെ വായോ.
അപ്പൊ പിന്നെ ഈ വിഷമൊക്കെ മാറുമല്ലോ. ലേഖ പറയുന്നുണ്ട് ഇടയിലൂടെ, "കുഞ്ഞെന്താ എഴുന്നേൽക്കത്തെന്ന്." ഇത് കേൾക്കുമ്പോൾ ജാനമ്മയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനാവുകയാണ്. "കുഞ്ഞ് എഴുന്നേറ്റോളും, പേടിക്കണ്ട" എന്ന് പറഞ്ഞുകൊണ്ട് ജാനമ്മ പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയം മഹിയാണെങ്കിൽ ലേഖയോട് പറയാണ്, "ജാനമ്മ നല്ലൊരു സ്ത്രീയാണ്. അവരെപ്പോലുള്ള സ്ത്രീയെ കുഞ്ഞിനെ നോക്കാൻ കിട്ടിയത് വലിയ ഭാഗ്യം തന്നെയാണ്. കണ്ണേട്ടൻ എന്തായാലും അറിഞ്ഞു തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ, "ഇതൊക്കെ വെറും നാടകമാ മഹി. കാരണം എന്തായാലും നമ്മൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് വലിയൊരു തുക കയ്യിൽ വെച്ച് കൊടുക്കുമെന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മുടെ സിമ്പതി പിടിച്ചു പറ്റാനുള്ള അടവാണെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് മഹി പറയുന്നു, "ഏയ് അങ്ങനെ ഒരു കൂട്ടത്തിൽപ്പെട്ട സ്ത്രീയായിട്ട് ജാനമ്മയെ കണക്കാക്കണ്ട. അവർക്ക് എന്തായാലും നല്ലൊരു സഹായം തന്നെ ചെയ്യണം. മാത്രമല്ല പിന്നീട് ജാനമ്മ എന്തെങ്കിലും സഹായം ചോദിച്ചു വരികയാണെങ്കിലും ചെയ്തു കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ജാനമ്മയ്ക്കാണെങ്കിൽ സങ്കടാവുകയാണ്. ഈശ്വര, എത്ര നല്ല മനസ്സുള്ള കുട്ടികളാ. ഇവരെയാണല്ലോ ഞാൻ ചതിച്ചത്. ഇവരുടെ കുഞ്ഞിനെയാണല്ലോ ഞാൻ കൊന്നു കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ വിഷമിക്കുന്നു. ഈ സമയം ലേഖ പറയുന്നുണ്ട്, "ആ, രണ്ടാളും ദാനധർമ്മത്തിന്റെ ആൾക്കാരാണല്ലോ." അങ്ങനെ മഹി പറയാണ്, "ലേഖയും അനന്തവേട്ടനും അങ്ങനെ തന്നെയല്ലേ? സഹായം ചോദിച്ചു വന്നാൽ സ്നേഹിക്കുന്നവർക്ക് എന്തും എടുത്തു കൊടുക്കുന്ന കൂട്ടത്തിലാണല്ലോ." അങ്ങനെ ജാനമ്മയാണെങ്കിൽ ഇതൊക്കെ കേട്ട് വിഷമത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ദേവരാജനും അവരുടെ ഭാര്യയും കൂടിയിട്ട് ജാനമ്മ വരുന്നതും കാത്തിരിക്കുകയാണ്. എന്താ ഇത്ര നേരമായിട്ടും അമ്മയെ കാണുന്നില്ലല്ലോ? ജാനമ്മയാണെങ്കിൽ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ദാ വരുന്നുണ്ട്. "അമ്മേ എന്തായി?" "കൊന്നടാ, ഞാൻ കൊന്നു. എൻ്റെ ഈ കൈ കൊണ്ട് തന്നെ ആ പിഞ്ചു കുഞ്ഞിനെ കൊന്നു. കുഞ്ഞുങ്ങളും ദൈവങ്ങളും ഒന്നാണെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. ആ ദൈവത്തെയാണ് ഞാനിപ്പോൾ കൊന്നിട്ട് വന്നിരിക്കുന്നത്. ഒരു കാലത്തും നമ്മളാരും ഗുണം പിടിക്കില്ല. നോക്കിക്കോ, ഇത് ചെയ്യിപ്പിച്ചവരും പുഴുത്തേ ചാവുള്ളൂ" എന്നൊക്കെ പറയുമ്പോൾ, "അമ്മേ കാര്യം നടന്നില്ലേ? ഇനി വെറുതെ ശപിച്ചു കൊല്ലല്ലേ. അങ്ങനെ കാര്യം നടന്നു കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കുറച്ച് തുക കിട്ടും. പിന്നെ ഈ വീട്ടിലിരുന്ന് തന്നെ അമ്മയ്ക്ക് മരിക്കാം. എന്തായാലും തുക കിട്ടിയതിന് ശേഷം ബാങ്കിലെ ലോൺ അടവ് ഞാൻ ക്ലോസ് ആക്കും. ബാക്കി നക്കാപ്പിച്ച എന്തെങ്കിലുമൊക്കെ അയാൾ ഇടയ്ക്ക് നിലയ്ക്കും തരും. അത് നമുക്ക് വലിയ തുകയാണല്ലോ" എന്നൊക്കെ പറയുമ്പോൾ, "എടാ, ആ തുക കൊണ്ടൊന്നും ഒരിക്കലും നമ്മൾ ഗുണം പിടിക്കാൻ പോകുന്നില്ല. ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ആ രണ്ടമ്മമാരുടെ കണ്ണീരും ശാപവും നമ്മളെ വിട്ടു പോവത്തില്ലടാ" ഇതൊക്കെ പറയുമ്പോൾ, "ദേ അമ്മ കിടന്ന് ഇവിടെ ഇരുന്ന് കരയാതെ കുളിച്ച് വിളക്ക് വയ്ക്കാൻ നോക്കും. എന്നിട്ട് പ്രാർത്ഥിക്ക്. നമുക്ക് ഇതിന്റെ പേരിൽ ഒരു പുലിവാലും വരരുതേ" എന്ന് പറഞ്ഞുകൊണ്ട്. "എടാ, എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ദൈവം നമ്മളെ വിടാൻ പോകുന്നില്ല. നീയൊക്കെ നശിച്ചു പോകത്തുള്ളൂ" എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനമ്മയാണെങ്കിൽ അകത്തേക്ക് കരഞ്ഞുകൊണ്ട് കയറി പോവുകയാണ്. ആ, തള്ള എന്തേലൊക്കെ പറഞ്ഞിട്ട് പോയിക്കോട്ടെ. എന്തായാലും കാര്യം നടന്നല്ലോ. ഒന്ന് സെറ്റായി കിട്ടിയാൽ മതിയായിരുന്നു. അയാളെ വിളിച്ച് പൈസ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പ്രതാപനാവട്ടെ കരുണയോട് പറയുന്നുണ്ട്, "മോളെ, ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നതേ രണ്ടമ്മമാരാണ്. ലേഖയും മഹാലക്ഷ്മിയും. അവൾ അവർ രണ്ടുപേരും കരയുന്നത് എൻ്റെ കുഞ്ഞിന് കാണാമെന്നൊക്കെ പറയുമ്പോൾ, ആ, ഇങ്ങനെ പകൽക്കിനാവ് കാണാതെ മിണ്ടാതിരിക്കാൻ നോക്ക്. എന്തെന്ന് വെച്ചാൽ എല്ലാം നടന്നിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ കുറെ സംഭവിച്ചതാണല്ലോ. നിങ്ങൾക്ക് ആ മഹാലക്ഷ്മിയെ ചെറുപ്പത്തിൽ തന്നെ എന്തെങ്കിലും ചെയ്ത് കൊന്നൂടായിരുന്നില്ലേ? ആ അയ്യപ്പ വിഗ്രഹം അവിടെ നിന്നും എടുത്തു മാറ്റിക്കൂടായിരുന്നില്ലേ? അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോയത് തന്നെ ആ അയ്യപ്പ വിഗ്രഹമാണെന്നൊക്കെ പറയുമ്പോൾ, അച്ഛാ ആ പറഞ്ഞത് ശരിയാണെന്ന് കരുണ പറയുന്നു. മോളെ, അപ്പോ അതിനുള്ള ബുദ്ധിയൊന്നും പോയില്ലല്ലോ. എങ്ങനെ പോവാനാ? നിങ്ങളൊരു മണ്ടനാണെന്നൊക്കെ പറയുമ്പോൾ, ദേ നീ എന്നോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. ഞാനേ അപ്പോൾ അങ്ങനെ ചെയ്തില്ല. കാര്യം ശരി തന്നെയാ. പക്ഷേ അവൾക്ക് ഇങ്ങനെയൊരു യോഗം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. ആ, കണ്ണേട്ടൻ ഒരുപാട് സ്വർണ്ണങ്ങൾ കൊടുത്തു. അതിന്റെ കൂടെ അവരാണെങ്കിലോ ആ വിഗ്രഹവും കൂട്ടിയിട്ടാ ഞങ്ങളുടെ തറവാട്ടിലേക്ക് വന്ന് കയറിയത്. അത് ഞങ്ങളുടെ പൂജാ റൂമിൽ സ്ഥാപിച്ചു. അതോടുകൂടി തുടങ്ങി ഞങ്ങളുടെയൊക്കെ നാശമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ പ്രതാപനെ വഴക്ക് പറയുകയാണ്. "അച്ഛാ, ഞാനും ഒരു ദിവസം പൂജാ റൂമിലേക്ക് കയറിയപ്പോഴേ ആ അയ്യപ്പ വിഗ്രഹത്തേക്ക് നോക്കിയപ്പോൾ ഒരു വെളിച്ചം എൻ്റെ കണ്ണിലേക്ക് അടിച്ചു. ഞാൻ സത്യത്തിൽ പേടിച്ചു പോയെന്നൊക്കെ പറയുമ്പോൾ, ആ ആ മഹാലക്ഷ്മിക്ക് ശക്തി കൂടുതലാ. അതിന്റെ കൂട്ടത്തിൽ ആ അയ്യപ്പ വിഗ്രഹവും കൂടി. എനിക്കും ആ പൂജാ റൂമിലേക്ക് പോവാൻ ഭയങ്കര പേടിയാണെന്ന്" ഉണ്ണി പറയുന്നു. "ആ, എന്തായാലും മോളെ ഇനി ഇവിടെ നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് കമലേശ്വരത്തിലേക്ക് പോവാൻ നോക്ക്. അവിടെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ഉണ്ണിയുടെ അമ്മ വഴി അറിയാൻ പറ്റുമല്ലോ. എന്നിട്ട് അച്ഛനെ വിളിച്ച് പറയാന്ന് പറഞ്ഞുകൊണ്ട് കരുണയെ അവിടെ നിന്ന് വിട്ടയക്കുകയാണ്. ഈ സമയം ഉണ്ണി പറയുന്നുണ്ട്, "ദേ പോയിട്ട് വേഗം വരണേ. നിന്റെ അച്ഛനെ ഒരുപാട് നേരം സഹിക്കാൻ എനിക്ക് കഴിയില്ല. ദേ അച്ഛനും മരുമകനും അമ്മായിച്ചനും കൂടി വഴക്കുണ്ടാക്കണ്ട. ഞാൻ പോയിട്ട് വന്നോളാം" എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും കരുണ പോവുകയാണ്. "ദേ എന്റെ മോളുള്ളതുകൊണ്ട് ഒന്നും പറയാതിരുന്നതാ. ശരിക്കും നിന്നെയാടാ പോങ്ങ വിഷം തന്ന് കൊല്ലേണ്ടത്. ഉരുളക്കിഴങ്ങ" എന്നൊക്കെ പറയുമ്പോൾ, "ദേ നിങ്ങളാ കിഴങ്ങൻ. എന്തായാലും കിഴങ്ങനായിട്ടുള്ള അമ്മായിച്ചന് കിഴങ്ങനായിട്ടുള്ള മരുമകൻ തന്നെ പോരെ" എന്നൊക്കെ ചോദിക്കുമ്പോൾ, "ദേ എന്റെ അമ്മയുടെ കയ്യിൽ നിന്നും സ്വത്തുക്കളും സ്വർണവും എഴുതി വാങ്ങിയിട്ട് അവൻ കിടന്ന് ചലിക്കുന്നു. ഞാനുണ്ടല്ലോ നിന്നെയൊന്നും വെറുതെ വിടാൻ പോകുന്നില്ലടാ കിഴങ്ങൻ മണ്ണുണ്ണി" എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ഉണ്ണിക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. "എന്തായാലും എൻ്റെ അച്ഛനെ കൊന്ന് എൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും തട്ടിയെടുത്തതല്ലേ നിങ്ങളെന്നൊക്കെ പറയുമ്പോൾ, ദേ രണ്ടാമത്തെ കാലും കൂടി ഞാൻ തല്ലി ഓടിക്കും. മിണ്ടാതെ കിടക്കട കിഴങ്ങാന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ വീണ്ടും വീണ്ടും ശപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കരുണയാണെങ്കിൽ ഒരു ഓട്ടോയും വിളിച്ച്
കമലേശ്വരത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയം ദുർഗയാണെങ്കിൽ വിളക്കൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. "ഓ, ഈ ഒരു നശൂലത്തിന്റെ മുഖമാണല്ലോ വന്നപ്പോൾ തന്നെ കണ്ടത്" എന്ന് പറഞ്ഞ് കരുണ ഓട്ടോക്കാരന് പൈസയും കൊടുത്ത് അകത്തേക്ക് കയറി പോകുമ്പോൾ, "എന്താടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്?" "അത് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു അമ്മേ." "ഓ, അപ്പൊ പോകുമ്പോ അതൊന്നും എടുത്തിട്ട് പോയില്ലേ? ആ കൊലയാളി അവിടെ ഉണ്ടോ? നിന്റെ അച്ഛൻ?" "ആ, ഉണ്ട്." "പിന്നെ ആ വേറെ കൊലയാളിയോ? അവന്റെ മകനോ?" "മേഘേട്ടന് ഏകദേശം റിക്കവറായിട്ട് വരുന്നുണ്ട്." "റിക്കവറായി വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളൊക്കെ ചേർന്ന് അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത്? കണ്ണനും മഹിക്കും കുഞ്ഞിനും ദ്രോഹം." ഇത് കേട്ട് കരുണ പറയുന്നുണ്ട്, "അമ്മേ, അങ്ങനെയൊക്കെ ചെയ്തതിൽ ഞങ്ങളിപ്പോ ആകെ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വെറുതെ അമ്മ അത് തന്നെ പറയണ്ടെന്ന്." പറയുമ്പോൾ, "ദേ, നിന്റെയൊക്കെ സ്വഭാവേ നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് നീ വല്ലാതെ വിശദീകരിക്കാനും നിൽക്കണ്ട" എന്നിങ്ങനെ കരുണയോട് ദുർഗ പറയുന്നു. "പിന്നെ നീയൊക്കെ കാരണ ആ കുഞ്ഞിനെ എനിക്കൊന്ന് കാണാൻ പോകാൻ പറ്റാതിരുന്നത്. അമ്മേ, അമ്മയെ പോലെ തന്നെ കുഞ്ഞിനെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് പോയപ്പോ ആ ലേഖ എന്നെ കുഞ്ഞിനെ കാണിക്കാൻ വിട്ടില്ല. ലേഖ അതല്ലേ ചെയ്തുള്ളൂ. ശരിക്കും അവള് ചെയ്യേണ്ടത് മറ്റെന്തൊക്കെയോ ആയിരുന്നു. നിന്നെ അടിച്ചിറക്കി വിടേണ്ടതായിരുന്നു. ചൂടുവെള്ളം എടുത്ത് മുഖത്തേക്ക് ഒഴിക്കേണ്ടതായിരുന്നു. അത്രയ്ക്കും വലിയ പ്രവൃത്തികളല്ലടി നീ ആ മഹാലക്ഷ്മിയോട് ചെയ്തത്" എന്നൊക്കെ ചോദിക്കുമ്പോൾ, "അമ്മേ, ഇനി കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. കണ്ണൻ ഒരു ദിവസം എനിക്ക് കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്." അങ്ങനെ കരുണയാണെങ്കിൽ പുറകിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ചിന്തിക്കുകയാണ്. നിങ്ങൾ കാത്തിരുന്നോ, കുഞ്ഞിനെ ഇപ്പൊ കാണാം. ജീവനില്ലാത്ത കുഞ്ഞു ശരീരം. നിങ്ങളെ ആർത്ത് കരയുന്നത് എനിക്ക് കാണണമെന്നൊക്കെ കരുണയാണെങ്കിൽ ചിന്തിക്കുകയാണ്. "എന്താടി നീ ചിന്തിക്കുന്നത്?" ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കരുണ അവിടെ നിന്നും പോകുന്നു. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.